അല്ല അത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്നവരാണ്. ചുരുക്കം ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും KSU എന്ന മഹാപ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ KSUയിലൂടെ വന്നവരാണ്. സമര പോരാട്ടങ്ങൾ നടത്തി കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് ജയിൽവാസം അനുഭവിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ സമരങ്ങളൊക്കെ നടത്തി വന്ന ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ സമയത്ത് പല എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ KSUവിനെ ഒരു കാരണവശാലും ഇന്ന് കോൺഗ്രസ്സിലുള്ള ഒരു നേതാവും തള്ളിപ്പറയില്ല. ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ചിട്ട് വന്നിട്ടുള്ള ആളുകളാണ് എന്ന് മാത്രമല്ല, KSUവിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇപ്പോൾ CPM പോലെയല്ലല്ലോ. CPM ഇപ്പോൾ SFIയും DYFIയും എന്ന് പറഞ്ഞാൽ അവർ ഭരിക്കുന്ന സമയത്ത് വാ മൂടിക്കെട്ടി പഞ്ചപുച്ഛമടക്കി പാർട്ടിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. അവരൊരു ശബ്ദം പോലും എതിർ ശബ്ദം പറയാത്തവരാണ്. പക്ഷേ KSU അങ്ങനെയല്ല. KSU യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഇന്ന് നേതാക്കന്മാരായിട്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഞങ്ങളൊക്കെ തിരുത്തൽ ശക്തികളായി KSU കാലഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. അത് പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായി പാർട്ടിക്കെതിരായിട്ടോ സർക്കാരിനെതിരായിട്ടോ ഒന്നും KSUവിൻ്റെ ഒരു കുട്ടികളും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ശശികലയ്ക്കും RJ ബാബുവിനും സമയം നൽകുന്നു, KSUവിനും KPCC നേതാക്കൾക്കും സമയം നൽകുന്നില്ല. അങ്ങനെ ഒരു വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്ല, അത് സമയം ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ പിന്നെ പാർട്ടിയുടെ നേതാവല്ലല്ലോ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും വരുന്ന ആളുകളെ മുഴുവൻ വിസിറ്റേഴ്സിനെ മുഴുവൻ കാണാനുള്ള ശ്രമമുണ്ടാകും. കാണാൻ കഴിയും. ചില ആളുകളെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവർക്ക് പിന്നീട് അവസരം കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും KSU പ്രസിഡന്റിനെയും അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാണാതിരിക്കാൻ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു KSUയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്ക് കഴിയില്ല.